ചോറും തക്കാളിയും കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 3 തക്കാളിയാണ്. 3 പഴുത്തത് നോക്കിയിട്ട് എടുക്കണേ. എന്നിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ മീഡിയം സൈസിലുള്ളതാണ് ഞാൻ എടുത്തത്. അപ്പൊ നിങ്ങൾ എടുക്കുന്നത് വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. അപ്പൊ ഇതാ നമ്മൾ ഇതേപോലെ 3 എണ്ണം കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. 1 കപ്പ് ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ ഇതേപോലെ അരച്ചതിന് ശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇതാ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ്. 1 കപ്പ് കടലമാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം. പക്ഷെ കടലമാവ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പോളം അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ മൊത്തത്തിൽ ചേർക്കരുത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മൾ അരിപ്പത്തിലെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കണം. അപ്പൊ അതൊക്കെ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇടിയപ്പം മേക്കറാണ് വേണ്ടത്. അതിലേക്ക് കുറച്ച് ഓയിലെല്ലാം ആക്കിയതിന് ശേഷം നമുക്ക് മാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ 2 തട്ടിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു അച്ചില് ഉണ്ടാക്കാം കേട്ടോ. ഇടിയപ്പത്തിന്റെ സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോ വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു 5-6 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞിക്കട്ടി പോലെയാണ് ഉണ്ടാവുക. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.